സാന്ദ്രാനന്ദാവബോധാത്മകം അനുവേദനം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസതസഹസ്ര ഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീമന്നാരായണീയം. ഭാഗവതത്തിൻ്റെ കണ്ടന്റുകളെ എടുത്തുകൊണ്ട് ഭാഗവതത്തിലെ പല ഭാഗങ്ങളും അവിടെ വിവരിക്കുന്നില്ല എന്നിരുന്നാൽ പോലും പഞ്ചമസ്കന്ധത്തിലെ ഭരതചരിത്രം, ഭദ്രകാളി ചരിത്രം ഒന്നും ഒരുപാട് ഇതിനകത്തൊന്നും ഉച്ചരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഭാഗവതത്തിന് ചെറിയ രീതിയിൽ നാരായണീയം അവതരിപ്പിച്ചതായ മേൽപ്പത്തൂർ ചന്ദനക്കാവിലമ്മയെ പ്രാർത്ഥിച്ച് അവിടുത്തെ അനുഗ്രഹം കിട്ടി. നാവാമുകുന്ദഹരെ ഗോപാലക പാഹി മുകുന്ദഹരെ. നിളയുടെ തീരത്ത് കാവ്യത്തിൻ്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചതായ നാരായണ ഭട്ടതിരി ലൗകികമായ ജീവിതം നയിച്ചുകൊണ്ട് അതിൽ നിന്നൊരു സന്തോഷമില്ല എന്ന് കണ്ടത് വാതരോഗം വന്നപ്പോൾ തൻ്റെ വാതരോഗത്തെ മാറ്റാനായിക്കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ചന്ദ്രകാവിലമ്മയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് നാരായണീയം എഴുതപ്പെട്ടതായ ദേഥാനാരായണീയം ശ്രുതിശുദ്ധിദാവർണന സ്പീതം ലീലാവതാരൈ ഇതമഹൃതം. ദേഥ രണ്ടർത്ഥത്തിലും മേൽപ്പത്തൂർ നാരായണീയ ഭട്ടതിരിയെ സംബന്ധിച്ചോളം, നാരായണീയം എഴുതപ്പെട്ടതായ കവിയെ സംബന്ധിച്ചോളം, ഗുരുവായൂരപ്പനെ സംബന്ധിച്ചോളം രണ്ടും അർത്ഥത്തിലും ദേഥാനാരായണീയ നാരായണീയമായി മാറിക്കപ്പെട്ടതായ രീതിയിലൊന്ന്. ആ നാരായണീയത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജാതിപത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ഹിന്ദു സമൂഹങ്ങളിലേക്കും എത്തിപ്പെട്ടതായ പ്രായഭേദങ്ങളെ മറന്നുകൊണ്ട്, കാൽവേദനയുണ്ട് ഇത് മറന്നുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട്, ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ, ഒരു ദക്ഷിണയും വാങ്ങിക്കാതെ, ഒന്നും കണക്ക് പറയാതെ ലോകത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതായ ഉത്തമാക്കെ നമ്പൂതിരി. എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ കൃഷ്ണചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഉത്തമാക്കെ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ മകൻ. ഞാൻ എപ്പോൾ വിളിച്ചാലും ഞാൻ പരികർമ്മിച്ചുകൊണ്ട് സർപ്പവലി കഴിച്ചിരുന്നതായ അദ്ദേഹം. അപ്പോൾ ഒരു തലമുറയുടെ അനുസരിച്ച് ഗുരു ഉപദേശം നൽകുന്നതായ ഒരു കുടുംബം. എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥനാണ് കൃഷ്ണചേട്ടൻ. അതുപോലെ തന്നെ എൻ്റെ എപ്പോൾ വിളിച്ചാലും അത്യാവശ്യങ്ങൾക്ക് നട തുറന്നിട്ട് അദ്ദേഹം ജോലിക്ക് പോകുന്ന ഒന്നാണ് പ്രസാദ് കുട്ടൻ ചേട്ടൻ, അവരുടെ മകൻ. അപ്പോൾ ഒരുപാട് വൈഫ് ഹൗസിലാണ് ശരിക്കുള്ള ബന്ധം, വൈഫ് ഹൗസിനാണ് കൂടുതലുള്ളത്. എന്നിരുന്നാൽ പോലും കൂടുതൽ ബന്ധങ്ങളെക്കാളിലും കൂടുതൽ ഒരടുപ്പം കാണിക്കുന്നതായ ഒരു കുടുംബം. പിന്നെ സംസ്കൃതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഇളയ മകൻ്റെ മരുമകൾ. ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് സംസ്കൃതത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഒരുപാട് അറിവിൻ്റെ ഭണ്ഡാകാരമാണ് ആ കുട്ടി. ആ കുട്ടിയുടെ മകളും സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ ശ്ലോക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ തൃക്കാരപ്പനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന 36ഓളം കാലം ശ്രീരുദ്ര സമാധികളുടെ ധാരാളിക്കുന്ന പ്രമോദേട്ടൻ ചന്ദനം, എപ്പോൾ ചെന്നാലും ചന്ദനം എടുത്തുള്ളൂ, ചന്ദനം മേടിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ പ്രമോദേട്ടൻ ഗോവിന്ദനാണെങ്കിൽ സംസ്കൃതത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ സാംസ്കാരികമായിട്ടും സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കുടുംബം, അറിയപ്പെടാതെ പോയതായ ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭാഗ്യക്കേട് കൊണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിലും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. ഒരാഗ്രഹവുമില്ല, ഒരു ഷീൽഡ് പോലും ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഇത്രയൊന്നും അറിയപ്പെട്ടാൽ പോരാ. ചന്ദ്രമന കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നതായ ചന്ദ്രമന ശ്രീധരൻ നമ്പൂതിരിയുടെ പ്രിയപുത്രി. ഏതെങ്കിലും ഒരാൾക്ക്, ശ്രീധരൻ മുത്തശ്ശൻ്റെ പേരപ്പനാണ് ഞങ്ങൾ വിളിക്കാറ്, വലിയ പേരപ്പൻ്റെ ഏതെങ്കിലും ഒരാൾക്ക് പരിപൂർണ കഴിവുകൾ കിട്ടിയ ഒരാളുണ്ടോ? അതിൽ ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഉത്തമ ചേച്ചിക്കുകയാണ്. വീട് സ്വന്തമായിട്ട് അടിച്ച് തളിച്ചത്, എപ്പോഴും കാലുവേദനയാണെങ്കിൽ സ്വന്തമായിട്ട് വിളക്ക് തന്നെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തിരി കൊളുത്തി നാരായണീയം പഠിപ്പിക്കുകയും നാരായണീയം വായിക്കുകയും നാരായണീയം കാണാപ്പാഠം പഠിക്കുകയും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിളിച്ചിരുന്നു. 3/4 മണിക്കൂർ നേരം വെൺമണി ഭവദാസ് എൻ്റെ കൂടെ പഠിച്ചത്. ഭവദാസായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പണന്തോ നാമാനി പ്രമദ ഭരസന്തോ നിപതിദാസ് മരന്തോ രൂപൻ ദേവരത കഥയന്തോ ഗുണകഥ ചലന്തോയെ ഭക്ത തൊയ് ഖലുരമന്തേ പലമനും അഹൻ ധന്യാമന്യേ സമധിഗത സർവാഭിരക്ഷിതാൻ. അന്ന് ഉത്തമ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞാണ്, ഈ ഒറ്റ ശ്ലോകമാണ് എനിക്കിഷ്ടം, സമധിഗത സർവാഭിരക്ഷിതാൻ. ആരാണോ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി, ആരാണോ ഭഗവാന്റെ നാമങ്ങൾ പാടി ലോകം മുഴുവൻ നടക്കുന്നത്, അവരാണ് സർവാഭിരക്ഷിതാൻ. കോതമംഗലം ഫാസിൻ്റെ ഒരു സാംസ്കാരിക രീതിയിലുള്ളതായ സമ്മാനം നൽകുമ്പോൾ അത് ഷീൽഡിൻ്റെ
വലിപ്പമല്ല പ്രധാനം, അല്ലെങ്കിൽ കോതമംഗലത്തിൻ്റെ വലിപ്പമല്ല പ്രധാനം. അത് തൃക്കാരപ്പൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. നാട്ടിലുണ്ടെങ്കിൽ ഒരു ദിവസം പോലും നിർമ്മാല്യം തൊഴുകാൻ മുളയ്ക്കാത്ത 6-8 MAകളും ഇപ്പോൾ അഡ്വക്കേറ്റ് ആവാൻ പോകുന്നതായ എൻ്റെ ചിറ്റപ്പൻ ഗുരുശ്രീ ഗോവിന്ദ നമ്പൂതിരി, മോഹൻ ചേട്ടൻ എന്ന് വിളിക്കുന്നതായ. അപ്പോൾ തൃക്കാര്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം സ്ഥാപിച്ചതായ ക്ഷേത്രം എന്നൊക്കെയാണ് പറയണത്. അവസാനം സ്ഥാപിച്ച ക്ഷേത്രം, അതുപോലെ ഒരു അപൂർവ ക്ഷേത്രമാണ്. അവിടെ വിളക്ക് വെച്ച് നേദ്യമുള്ളതായ ഒരേ ഒരു ക്ഷേത്രം ലോകത്ത് കേരളത്തിലേതായ ഉള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. അത് കുളപ്പനയുടെ മുകളിൽ അവിടെ സ്ഥാപിച്ചതായ പരശുരാമൻ, ഭാർഗവ രാമൻ്റെ ചൈതന്യം നൽകുന്ന ആ ക്ഷേത്രം. മകൻ, അവിടുത്തെ രണ്ടാമത്തെ മകൻ അവിടുത്തെ മേശാന്തി ആയിക്കൊണ്ട് മഹാദേവനെ അഭിഷേകം കഴിക്കുമ്പോൾ, ചരിത്രങ്ങൾ മാറി മറിയുമ്പോൾ, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ ഇതുപോലുള്ള വ്യക്തികളെ ആദരിക്കാനും സ്നേഹിക്കാനും കോതമംഗലം ഫാസ് കാണിച്ചതായ എല്ലാവിധ സ്നേഹങ്ങൾക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഐരാപുരം കോളേജിൽ. അയാൾ മലയാളത്തിലും ഞാൻ ഇപ്പുറത്തും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പ്രവീൺ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ദുശീലങ്ങളില്ലാതെ കൊണ്ട് ഏത് കഥകളി രംഗങ്ങളിലും ചന്ദനം ഇങ്ങനെ തൊട്ടുകൊണ്ട് ഐശ്വര്യവാനായിക്കൊണ്ട് വാരപ്പെട്ടി ഏട്ടൻ. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഷീൽഡ് കാണിക്കുമ്പോൾ വാരപ്പെട്ടിയുടെ അഭിമാനമായ, അതും മഹാദേവൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതും മഹാദേവൻ്റെ ഉപാസകനാണ്. വാരപ്പെട്ടി മഹാദേവൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മഹാദേവൻ്റെ ഉപാസകനായ അദ്ദേഹത്തിനെയും നമിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ കാണുക എന്നുള്ളത് വളരെ അപൂർവമാണ്. രണ്ടും രണ്ട് ഫീൽഡാണ്. ഒന്ന് കഥകളി ഫീൽഡ്, കഥകളി ചെണ്ടയുടെ തലതട്ടപ്പനായ അദ്ദേഹവും നാരായണീയത്തിൻ്റെ ഗുരുനാഥയായ ഉത്തമ ചേച്ചിയും. അപ്പോൾ രണ്ടുപേരെയും ഒരു സ്റ്റേജിൽ കണ്ടെത്തുക എന്നുള്ളത്, കാണുക എന്നുള്ളത് പൂർവ്വജന്മ പുണ്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ രണ്ടുപേരുമായിട്ടും എവിടെ ചെന്നാലും വളരെ സൗഹൃദപൂർവ്വം ആദ്യം അഭിവാദ്യം ചെയ്യാറുണ്ട്. എവിടെ കണ്ടാലും ഏട്ടനെ കണ്ട അഭിവാദ്യം ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരേ രീതിയിൽ ഐരാപുരത്ത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്കൃതവും മലയാളത്തിനും അദ്ദേഹത്തിനും പ്രവീണും ഒരുമിച്ച് ഞങ്ങളിപ്പോഴും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ, സ്നേഹബന്ധങ്ങളുടെയൊക്കെ കുടുംബബന്ധങ്ങളുടെയൊക്കെ കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങളുടെ അർത്ഥം ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇന്നത്തെ വാക്കുകൾ പ്രവീണിൻ്റെ അച്ഛൻ്റെയും ഉത്തമ ചേച്ചിയുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ പറ്റുമെങ്കിൽ നേരിട്ട് പോയി കണ്ട് രണ്ടുപേരെയും കണ്ട് നമസ്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ത്രമുള്ളതായ ഏനാനല്ലൂർ മഹിളക്കാവിലെ മുൻ മേശാന്തിയുടെ ഏട്ടനാണ് അദ്ദേഹം. അപ്പോൾ ആ കുടുംബത്തിലും ഒരു പ്രേമബന്ധവും സ്നേഹബന്ധവും ഞങ്ങൾ തുടരുകയാണ്. അവിടെ നിന്നാണ് ചിലപ്പോൾ ചായ കുടിക്കാറ്, കാപ്പി കുടിക്കാറൊക്കെ ചെയ്യാറ്, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ മഹാദേവൻ്റെ ഭക്തന്മാരെ എവിടെയും പരാജയപ്പെടില്ല, എന്നെങ്കിലും അംഗീകരിക്കപ്പെടുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഞങ്ങളുടെ ഇതിനു മുമ്പത്തെ ഏനാനല്ലൂർ മഹിളക്കാരുടെ മേശാന്തിയായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹബന്ധങ്ങൾ, കുടുംബബന്ധങ്ങളൊക്കെ ഉപരി ലോകം മുഴുവനും ഇതുപോലുള്ള കലാകാരന്മാരും ഇതുപോലെയുള്ള ഭക്തജനങ്ങളും അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.